ഹായ് ഓൾ, നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ് ഓസ്കാർ അവാർഡുകൾ അല്ലെങ്കിൽ അക്കാഡമി അവാർഡുകൾ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഓസ്കാർ അവാർഡ്. 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും വരുന്ന 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഈ ഓസ്കാർ പുരസ്കാരങ്ങളെക്കുറിച്ച് നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ ഓസ്കാർ പുരസ്കാര ദാന ചടങ്ങിൽ ഏറ്റവും കൂടുതൽ നേട്ടം കരസ്ഥമാക്കിയ ചിത്രമാണ് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ചിത്രം. എന്നാൽ ഇത്തവണ അനോറ എന്ന് പറയുന്ന സീൻ ബേക്കർ സംവിധാനം ചെയ്തിട്ടുള്ള അനോറ എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച നടി, മികച്ച സംവിധാനം, മികച്ച ചിത്രം എന്നീ പറയുന്ന കാറ്റഗറികളിലെല്ലാം അങ്ങനെ 5 പുരസ്കാരങ്ങളാണ് അനോറ എന്ന് പറയുന്ന ചിത്രം സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ അനുജ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, ഇന്ത്യൻ ഷോർട്ട് ഫിലിം ആദം ജെ ഗ്രേവ്സ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. അത് ഫൈനൽ റൗണ്ടിൽ എത്തിയെങ്കിലും ആ ഒരു അവാർഡ് ലഭിച്ചില്ല. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. സോ നേരത്തെ പറഞ്ഞ പോലെ ഓസ്കാർ അവാർഡ്സ് അല്ലെങ്കിൽ അക്കാഡമി അവാർഡ്സിന്റെ 97ാമത്തെ എഡിഷൻ ആയിരുന്നു 2025 നടന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അവാർഡ്സുകൾ പഠിക്കുമ്പോൾ എല്ലാ അവാർഡ്സും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയ കാറ്റഗറീസ് ഉണ്ട്, അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം 96ാമത് ഓസ്കാർ അവാർഡ്സ് 2024 മികച്ച നേട്ടം കൈവരിച്ച ചിത്രമായിരുന്നു ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ അത്തരം ഒരു നേട്ടം, മികച്ച ചിത്രം, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ തുടങ്ങിയ പ്രധാനപ്പെട്ട അവാർഡുകൾ കരസ്ഥമാക്കിയ ചിത്രമാണ് സീൻ ബേക്കർ സംവിധാനം ചെയ്ത അനോറ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മികച്ച ചിത്രം ഏതാണ്? അനോറയാണ്. അനോറ, അതിന്റെ സംവിധായകൻ സീൻ ബേക്കർ ആണ്. ഈ മികച്ച നടി, അനോറയിലെ മികച്ച അഭിനയത്തിന് മൈക്കി മാഡിസൺ ആണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. സോ മികച്ച നടി മൈക്കി മാഡിസൺ. മികച്ച നടൻ ആരാണ്? അഡ്രിയാൻ ബ്രോഡി. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. സോ ഈ അഡ്രിയാൻ ബ്രോഡിയുടെ 2ാമത്തെ ഓസ്കാർ ആണ്. അദ്ദേഹം 2003 ഇതിനു മുൻപ് ഓസ്കാർ നേടിയിട്ടുണ്ട്. ഏകദേശം 22 വർഷത്തിന് ശേഷം അഡ്രിയാൻ ബ്രോഡി എന്താണ് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ഓസ്കാറിലെ ഏറ്റവും മികച്ച നടനായിട്ട് 2025 തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ മികച്ച ചിത്രം അനോറ, മികച്ച നടി അനോറയിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ, മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി, ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്നതാണ്. വൺസ് അഗൈൻ മികച്ച സംവിധായകൻ ആരാണ്? സീൻ ബേക്കർ ആണ്, ചിത്രം അനോറ. അപ്പോൾ മികച്ച ചിത്രവും മികച്ച സംവിധായകനും ഒരേ ചിത്രത്തിനാണ്. അനോറ അല്ലെ, അനോറയിലെ അനോറ മികച്ച ചിത്രമായിട്ട് മാറി. അതുപോലെ അതിന്റെ സംവിധായകനായിട്ടുള്ള സീൻ ബേക്കർ 97ാമത് ഓസ്കാർ അവാർഡ്സിലെ മികച്ച സംവിധായകനായിട്ട് മാറുന്നുണ്ട്. ഇനി മികച്ച സഹനടി. ഈ മികച്ച സഹനടിക്ക് നിങ്ങൾ ഓപ്ഷണലായിട്ട് പഠിച്ചാൽ മതി. പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഈ നാഷണൽ അവാർഡ്സും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഒക്കെ, അതും നാഷണൽ അവാർഡ്സ് ഒക്കെ മലയാളിക്ക് മികച്ച സഹനടനൊക്കെ പുരസ്കാരം ലഭിച്ചാൽ, അല്ലെങ്കിൽ മികച്ച സഹനടിക്ക് പുരസ്കാരം ലഭിച്ചാൽ മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം മികച്ച സഹനടി ആരാണ്? സോയി സൽഡാന. സോയി സൽഡാനയാണ് മികച്ച നടി. ചിത്രം എമിലിയ പെരസ്. മികച്ച സഹനടിയാണ് കേട്ടോ. മികച്ച സഹനടി സോയി സാൽഡാനയാണ്, ചിത്രം എമിലിയ പെരസ്. മികച്ച സഹനടൻ കീറൻ കൾക്കിനാണ്, ചിത്രം ദി റിയൽ പെയിൻ. അപ്പോൾ മികച്ച സഹനടി സോയി സൽഡാന, ചിത്രം എമിലിയ പെരസ്. മികച്ച സഹനടൻ കീറൻ കൾക്കിൻ, ചിത്രം ദി റിയൽ പെയിൻ. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം, മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ലപ്പാട്ട ലേഡീസ് എന്ന് പറയുന്ന ഇന്ത്യൻ ഫിലിമായിരുന്നു ഇന്ത്യയുടെ ഈ ഒരു ഓസ്കാറിലേക്കുള്ള എൻട്രി. ഇന്ത്യയുടെ കാറ്റഗറിയിൽ പുരസ്കാരം നേടിയ ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ബ്രസീലിയൻ ചിത്രമാണ്. ഇത് പോർച്ചുഗീസ് ലാംഗ്വേജിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പോർച്ചുഗീസ് ആൻഡ് ഇംഗ്ലീഷ് സബ് ടൈറ്റിലിംഗ്, നമുക്ക് ഗൂഗിൾ അങ്ങനെയാണ് കാണുന്നത്. ബ്രസീലിയൻ ഫിലിമാണ്. പോർച്ചുഗീസ് ആൻഡ് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ള ഒരു ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന മികച്ച വിദേശ ഭാഷാ ചിത്രം.
അപ്പോൾ ഈ മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതായിരുന്നു? ലപാട്ട ലേഡീസ് എന്ന് പറയുന്ന ചിത്രമായിരുന്നു. ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് മത്സരിക്കുക. സോ ആ കാറ്റഗറിയിൽ ഓസ്കാർ പുരസ്കാരം നേടിയത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ബ്രസീലിയൻ ചിത്രമാണ്. ഇനി മികച്ച ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് റോബോട്ട്. ഈ കാറ്റഗറിയിൽ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇന്ത്യൻ ചിത്രമായുള്ള അനൂജ മത്സരിച്ചിരുന്നു. ആദം ജെ ഗ്രേവ്സിന്റെ ചിത്രമാണ്. ആദം ജെ ഗ്രേവ്സ് സംവിധാനം ചെയ്ത ചിത്രമാണ്. ആദം ജെ ഗ്രേവ്സ് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമാണ് അനൂജ. സോ ഈ ഒരു കാറ്റഗറിയിൽ ഫൈനൽ റൗണ്ടിലെത്തിയ ഇന്ത്യൻ ഷോർട്ട് ഫിലിം ആയിരുന്നു അനൂജ, ആദം ജെ ഗ്രേവ്സിന്റെ. സോ ആ കാറ്റഗറിയിൽ മികച്ച ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് ഐ ആം നോട്ട് റോബോട്ട് എന്ന് പറയുന്ന ചിത്രമാണ്. ക്ലിയർ ആണല്ലോ. ഇനി മികച്ച ഡോക്യുമെന്ററി ചിത്രം. പലപ്പോഴും ഈ മികച്ച ഡോക്യുമെന്ററി അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. നോ അതർ ലാൻഡ് എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ഡോക്യുമെന്ററി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ 97ാമത് ഓസ്കാർ അവാർഡ്സിൽ മികച്ച ഡോക്യുമെന്ററി ചിത്രം ഏതാണ്? നോ അതർ ലാൻഡ് ആണ്. മികച്ച ഒറിജിനൽ തിരക്കഥ അനോറയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മികച്ച നടി, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ തുടങ്ങിയ കാറ്റഗറിയിലെല്ലാം അനോറ പുരസ്കാരം കരസ്ഥമാക്കുന്നുണ്ട്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഓഫ് ഫിലിം ഫ്ലോ ആണ്. മികച്ച ആനിമേഷൻ മൂവി എന്നൊക്കെ പറയത്തില്ല, മികച്ച ആനിമേഷൻ മൂവി അത് ലഭിച്ചത് ഫ്ലോക്കാണ്. സോ മികച്ച ഡോക്യുമെന്ററി നോ അതർ ലാൻഡ്, മികച്ച തിരക്കഥ അനോറ, മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം അല്ലെങ്കിൽ മികച്ച ആനിമേറ്റഡ് മൂവി ഏതാണ്? ഫ്ലോ ആണ്. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ഇനി ഈ വർഷത്തെ ഓസ്കാറിന്റെ അവതാരകൻ ആരായിരുന്നു? കോനൻ ഒബ്രിയാനയാണ് കേട്ടോ. കോനൻ ഒബ്രിയാന എന്ന് പറയുന്ന താരമാണ് ഈ വർഷത്തെ ഓസ്കാറിന്റെ അവതാരകൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാറ്റഗറിയിലെ അവാർഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടത് പഠിക്കുക. ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ച 5 പുരസ്കാരങ്ങളാണ് അനോറ എന്ന് പറയുന്ന ചിത്രം കരസ്ഥമാക്കിയത്. ഈ ഒരു ഓസ്കാറിലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സീൻ ബേക്കറിന്റെ അനോറ. അതുപോലെ അനൂജ എന്ന് പറയുന്ന ഇന്ത്യൻ ചിത്രം ഫൈനൽ റൗണ്ടിൽ എത്തിയെങ്കിലും മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് നേടാൻ സാധിച്ചില്ല. അതിൽ പുരസ്കാരം നേടിയ ചിത്രമാണ് ഐ ആം നോട്ട് റോബോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാ അവാർഡുകളും നമ്മൾ പഠിക്കണമെന്നില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ അടുത്തൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.